കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാൻ കഴിയുന്നതാണെന്ന് ഇഡി കോടതിയിൽ. ഇഡി കണ്ടുകെട്ടിയ വസ്തുവകകളിൽ നിന്ന് നിക്ഷേപ തുക തിരികെ നൽകണം എന്നതാണ് നിക്ഷേപകരുടെ ആവശ്യം. നിക്ഷേപകരുടെ ഹർജിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇഡി ഇക്കാര്യം ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. രേഷ്മ ബാബു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വിശദാംശങ്ങൾ. ഇഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടമായവർ നിലവിൽ PMLA കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. അതായത് തങ്ങളുടെ നിക്ഷേപ തുക ഈ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ വസ്തുവകളിൽ നിന്നും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഹർജി നൽകിയത്. ഇതിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുഭാവപൂർവ്വം ഈ ആവശ്യം പരിഗണിക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് അപേക്ഷ നൽകാം. അതും ആ നടപടിക്രമങ്ങൾ അടക്കം പാലിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതികളിൽ നിന്ന് അവരുടെ വസ്തുവകളിൽ നിന്ന് കണ്ടുകെട്ടിയ ആ ഒരു തുക അല്ലെങ്കിൽ നിക്ഷേപകരുടെ തുക ഇഡി നൽകുക. എന്തായാലും കോടിക്കണക്കിന് രൂപയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ അവരുടെ വസ്തുവകളിൽ നിന്നും ഇഡി കണ്ടുകെട്ടിയിട്ടുള്ളത്. ഈ തുക ഈ വസ്തുവകളിൽ നിന്നുമാണ് ഇഡി തുക നിക്ഷേപകർക്ക് തിരികെ നൽകുക. എന്തായാലും പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം അത് നിറവേറ്റപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രസക്തമായിട്ട് കാണേണ്ട ഒരു ഘടകം. എന്തായാലും PMLA കോടതി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ രേഖാമൂലം തന്നെ ഇഡി മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തുകൊണ്ട് നിക്ഷേപകരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്.